ഹായ് ഗായ്സ്, നമ്മളിന്ന് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇൻ്റർവ്യൂസിനൊക്കെ ഒരുപാട് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ്സ് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് ബേസ് എന്താണ്, കുറച്ച് ബേസ് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അപ്പം അതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കും അല്ലാതെ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കറണ്ട് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നവരും പഠിക്കാത്തവരൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ വൈദ്യുതി നിലച്ചാലും നമ്മൾ ആദ്യം പറയുക കറണ്ട് പോയിന്ന. അപ്പം എന്താണ് ഇലക്ട്രിക്കൽ കറണ്ട്? ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു വയറിലൂടെ ഈ ഒരു ഇലക്ട്രോൺസ് മൂവ് ചെയ്യാണ്, ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാന്ന് കരുതിക്കൊള്ളി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്ലോയ്ക്കാണ് അതിൻ്റെ ഫ്ലോയാണ് ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഒരു നിശ്ചിത അളവിൽ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നുണ്ട്. ഒരു ഡയറക്ഷൻ എ എന്ന് ഒരു ഡയറക്ഷൻ ബിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലോയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഐ എന്ന് പറയുന്നത് ഡി ക്യു ബൈ ഡി ടി ആണ്. അപ്പോൾ ഈ ക്യൂയും ടിയും എന്താണ് അല്ലേ? ക്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ്. അതായത് ടി എന്ന് പറഞ്ഞൊരു സമയത്ത് ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് അല്ലെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞ എത്ര ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറയുന്നത് ക്യൂ ബൈ ടി ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇലക്ട്രിക്കൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഡിവൈഡ് ബൈ ടൈം ഇൻ സെക്കൻഡ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൂളോം പെർ സെക്കൻഡ് ആണ്. അപ്പൊ എന്താ കൂളോംബ്? 1 കൂളോം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ചാർജിന്റെ യൂണിറ്റാ. അതായത് യൂണിറ്റ് ഓഫ് ചാർജ് ആണ് കൂളോംബ്. 1 കൂളോം എന്ന് പറയുന്നത് 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ആണ്. അതായത് അത്രയും ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്താൽ 1 ആംപിയർ കറണ്ട് കിട്ടും എന്നർത്ഥം. അപ്പം ഇനി നെക്സ്റ്റ് അടുത്തത് നോക്കാം. അടുത്തത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അപ്പോൾ എന്താ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് തുടങ്ങുന്നവർക്കോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ് ഇനി അങ്ങോട്ടുള്ളതൊക്കെ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എനർജി റിക്വയർഡ് ടു ദ മൂവ്മെന്റ് ഓഫ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അതായത് ഈ പറഞ്ഞ ഇലക്ട്രോൺസ് വെറുതെ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യില്ല. അതിനൊരു എമൗണ്ട് ഓഫ് എനർജി വേണം. ഒരു എനർജി ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ആ വേണ്ട എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is the difference between the voltage at two end of a conductor. ഈ കണ്ടക്ടറിന്റെ ഇടയിൽ എന്തെങ്കിലും എലമെന്റ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല ഡിവൈസസ്, വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരിക്കാം, എന്തുണ്ടായിരിക്കാം. അപ്പം ഒരു വോൾട്ടേജ് സോഴ്സിന്റെയോ അല്ലെങ്കിൽ എലമെന്റിന്റെയോ രണ്ട് എൻഡിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് എന്താണോ, അല്ലെങ്കിൽ ആ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണോ, ആ ഡിഫറൻസിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു EMF സോഴ്സിന്റെയോ അല്ലെങ്കിൽ ജനറേറ്ററിന്റെ ഒക്കെ വോൾട്ടേജ് ഡിഫറൻസ്, അതായത് പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പോസിറ്റീവിൻ്റെയും ഗ്രൗണ്ടിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് അളക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് എന്താണോ അതാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിന് ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് V = W/Q ആണ്. എന്താ W എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈസ് മെഷേർഡ് ഇൻ ജൂൾ ആൻഡ് Q എന്ന് പറയുന്നത് ചാർജ് ഇൻ കൂളോം. നെക്സ്റ്റ് ഇലക്ട്രിക് സർക്യൂട്ട്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട്സിൽ ഒരുപാട് തരത്തിലുള്ള എലമെന്റ്സ് ഉണ്ടാവും.
അപ്പം ഏതൊക്കെയാണ് എലമെന്റ്സ് നോക്കാം. ഒന്ന് പാസീവ് എലമെന്റ്. അപ്പം എന്താ പാസീവ് എലമെന്റ്? ആൻ എലമെന്റ് വിച്ച് റിസീവ് എനർജി ഓർ അബ്സോർബ് എനർജി ഈസ് കോൾഡ് പാസീവ് എലമെന്റ്. ഒരു എലമെന്റ് എനർജീനെ റിസീവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നുണ്ടോ, ഇതാണ് പാസീവ് എലമെന്റ്. They dissipate or store energy in an electric or magnetic field. ഒരു ഇലക്ട്രിക് ഫീൽഡിലോ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോ ഒന്നുകിൽ അത് എനർജി സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ഈ സ്റ്റോർ ചെയ്ത എനർജീനെ അത് വിട്ടുകൊടുക്കും. ഉദാഹരണമായിട്ട് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. മെയിനായിട്ട് പാസീവ് എലമെന്റ്സ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് റെസിസ്റ്റർ, എലമെന്റ്, കപ്പാസിറ്റർ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനർജീനെ ഒന്നുകിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത എനർജീനെ വിട്ടുകൊടുക്കുന്ന എന്താണോ അതാണ് പാസീവ് എലമെന്റ്. ഇതിൽ ഒന്നുകിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഹീറ്റിന്റെ ഫോമിലോ അല്ലെങ്കിൽ ഒന്നുകിൽ എനർജി നമ്മൾ എന്ത് ചെയ്യും, ഇതിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഹീറ്റ് ആയിട്ട് എനർജി നഷ്ടപ്പെടും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ ആയിട്ട് എനർജി സ്റ്റോർ ചെയ്യപ്പെടും. നെക്സ്റ്റ് ആക്റ്റീവ് എലമെന്റ്. ആക്റ്റീവ് എലമെന്റ് പറഞ്ഞാൽ an active element that supplies energy to the circuit. അതായത് സർക്യൂട്ടിലേക്ക് എനർജി സപ്ലൈ ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. വോൾട്ടേജ് ആൻഡ് കറണ്ട് സോഴ്സ്, ജനറേറ്റേഴ്സ് ഒക്കെ ആക്റ്റീവ് എലമെന്റിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ബൈലാറ്ററൽ എലമെന്റ്. കണ്ടക്ട് കറണ്ട് ഇൻ ബോത്ത് ഡയറക്ഷൻ ഈസ് കോൾഡ് ബൈലാറ്ററൽ എലമെന്റ്. അതായത് കറണ്ട് ഒരു എലമെന്റിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്കോ അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്കോ പോയാലും യാതൊരു തരത്തിലുള്ള കുഴപ്പം, അതായത് കറണ്ടിനെ അങ്ങനെ കടത്തിവിടുന്ന ഒരു ഡിവൈസ്, അതാണ് ബൈലാറ്ററൽ എലമെന്റ്. റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ് ഒക്കെ ബൈലാറ്ററൽ എലമെന്റിന് ഉദാഹരണമാണ്. ഇനിയുള്ളത് യൂണിലാറ്ററൽ എലമെന്റ്. പേരിന്ന് തന്നെ വ്യക്തമാണ്, ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ കറണ്ടിനെ കടത്തിവിടുള്ളൂ. കറണ്ട് കണ്ടക്ഷൻ ഈസ് പോസിബിൾ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈസ് കോൾഡ് യൂണിലാറ്ററൽ എലമെന്റ്. അതായത് ഡയോഡ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കറണ്ടിനെ കടത്തിവിടുള്ളൂ. ട്രാൻസിസ്റ്റർ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കടത്തിവിടുള്ളൂ. ഇനിയുള്ളത് റെസിസ്റ്റൻസ്. നമ്മൾ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് റെസിസ്റ്റർ, റെസിസ്റ്റൻസ് ഒക്കെ. എന്താ റെസിസ്റ്റൻസ്? എന്തിനെങ്കിലും നമ്മളെ തടഞ്ഞു നിർത്തുക, അതിനെയാണ് നമ്മൾ സാധാരണ അല്ലെങ്കിൽ അവനെ ഞാൻ റെസിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അവരെ റെസിസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നേക്കാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കറണ്ടിനെ ചില മെറ്റീരിയൽസ് തടഞ്ഞു നിർത്തും. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. അപ്പം ഒരു റെസിസ്റ്ററിലൂടെ ഈ ഇലക്ട്രിക്കൽ കറണ്ടിനെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലോയ്ക്ക് തടസ്സമാവുന്ന ഡിവൈസ് കമ്പോണൻസിനെ നമ്മൾ എന്താ പറയുക, റെസിസ്റ്റർ എന്നാ പറയുക. അപ്പോൾ റെസിസ്റ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഈ തടഞ്ഞു നിർത്തുന്ന അത്രയും എമൗണ്ട് അതെന്ത് ചെയ്യും, ഹീറ്റ് ഫോമിൽ ഡിസിപ്പേറ്റ് ചെയ്യും ആ എനർജിയെ. അപ്പം ഒരു കണ്ടക്ടറിലുള്ള റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Resistance of a conductor is directly proportional to its length. അതായത് ലെങ്ത് കൂടുന്തോറും അതിന്റെ റെസിസ്റ്റൻസും കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഡയമീറ്റർ കൂടിക്കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് കുറയും. പിന്നെ അതുപോലെ മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ കണ്ടക്ടർ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റെസിസ്റ്റൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ചിലപ്പോൾ 0 ഡിഗ്രിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മൈനസ് ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആയിരിക്കില്ല സെയിം കണ്ടക്ടറിന് വേറൊരു ഒരു റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവുക. ചിലപ്പോൾ അതിനൊരു 100 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചാൽ വേറൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതെങ്ങനെയാന്നാ നോക്കുന്നത്? ചില മെറ്റീരിയൽസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും.
അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത് സാധാരണ. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസും കൂടും. നോർമലി മെറ്റൽസ് ആണ് ഈ ഒരു സ്വഭാവം കാണിക്കുന്നത്. ഇനി ചില മെറ്റീരിയൽസ് ടെമ്പറേച്ചർ നമ്മൾ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. നോർമലി ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ആണ് ഈ ഒരു സ്വഭാവം കാണിക്കുന്നത്. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞാണ് വരുന്നത്. ഇനി ചില മെറ്റീരിയൽസ് ഉണ്ട്, ഇപ്പം ലൈക്ക് മാഗ്നീം. ടെമ്പറേച്ചർ കൂട്ടിയാലും ടെമ്പറേച്ചർ കുറഞ്ഞാലും ഇതിന്റെ റെസിസ്റ്റൻസിന് കാര്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും അത് അതിന്റെ അതേ ടെമ്പറേച്ചർ അതേ റെസിസ്റ്റൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെയുള്ളതിനെ സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. R = R റെഫറൻസ് ഇൻറ്റു 1 + ആൽഫ ഇൻറ്റു T - T റെഫറൻസ്. എന്താണല്ലേ, നമുക്കിപ്പോൾ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് അറിയാം. ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചറും നമുക്കറിയാം. ഇപ്പം ഉദാഹരണം, ഇപ്പം എൻ്റെ കയ്യിലൊരു റെസിസ്റ്റർ ഉണ്ട്. ഇതിനെ ഞാൻ റൂം ടെമ്പറേച്ചറിൽ അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തു. അപ്പം എനിക്കൊരു റെഫറൻസ് എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ കിട്ടി. ആ സമയത്തുള്ള റെഫറൻസ് എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് കിട്ടി. ആ സമയത്തുള്ള ടെമ്പറേച്ചറും ഞാൻ മെഷർ ചെയ്തു. ഇനി എനിക്ക് ആ മെറ്റീരിയലിൻ്റെ ആ ടെമ്പറേച്ചറുള്ള ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് അറിയാം. അപ്പോൾ ഇനി എനിക്കുള്ള അടുത്തൊരു നെക്സ്റ്റ് ഒരു ടാസ്ക് പോലെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, ഇതേ മെറ്റീരിയൽ വേറൊരു ടെമ്പറേച്ചറിൽ, ഇപ്പോൾ ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ എത്രയായിരിക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ മുകളിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി, ആ സമയത്തുള്ള ടെമ്പറേച്ചർ കിട്ടും. ഇനി പോട്ടെ, എനിക്ക് ഈ ടെമ്പറേച്ചർ കുറഞ്ഞ് ഇപ്പം ഒരു -100 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു, ടെമ്പറേച്ചർ തന്നു. ആ സമയത്തുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതും എനിക്ക് എന്ത് ചെയ്യാം, ഇതെന്ന് കാണാൻ പറ്റും. ഈ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് is the measure of change in electrical resistance of any substance per degree of temperature change എന്നാണ്. ഇപ്പം ഈ ഒരു ഇക്വേഷനിലുള്ള R എന്താ, R റെഫറൻസ് എന്താ, ആൽഫ എന്താ, T എന്താ, T റെഫറൻസ് എന്താന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം ഈ എഫക്റ്റ് ഓൺ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് വരുന്ന ഒരുപാട് കണക്കുകളൊക്കെ നമുക്ക് പല എക്സാമുകളായിട്ട് കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഓംസ് ലോ ആണ്. ഇലക്ട്രിക്കലിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലോയാണ് ഓംസ് ലോ. ഓംസ് ലോ എന്താ പറയുന്നത്? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് directly proportional to the potential difference applied across its end. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, provided the temperature and other physical conditions remains unchanged. അതായത് യാതൊരു തരത്തിലുള്ള ടെമ്പറേച്ചറിലോ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻസിലോ ഒന്നിലും മാറ്റം വരുത്താതെ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് ഓംസ് ലോ പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്, അതായത് V പ്രൊപ്പോർഷണൽ ടു I. ഇതിൽ നിന്നാണ് റെസിസ്റ്റൻസ് എന്നുള്ള ടേം നമ്മൾ കാണിക്കുന്നത്. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോഴാണ് റെസിസ്റ്റൻസ് എന്നുള്ള ടേം വരുന്നത്. അതായത് V = I × R, where V is the voltage, R is the resistance in ohm, I is the current in ampere. Next, electric energy and power. Power is defined as the rate of doing work. യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. അതായത് P എന്ന് പറയുന്നത് ഒരു വർക്ക്
എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. അതായത് P is equal to V into I. V is the voltage and I is the current. നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ V എന്ന് പറഞ്ഞാൽ എന്താ, I into R എന്നാണെന്ന് കണ്ടു പറഞ്ഞു. അപ്പോൾ ആ IR ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, P is equal to I square R എന്ന് കിട്ടും. നമുക്ക് ഇതേപോലെ ഐയുടെ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, V by R എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ പിക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും, P is equal to V square by R. അപ്പോൾ ഈ 3 ഇക്വേഷനും ഏതൊക്കെ 3 ഇക്വേഷൻ, പവർ എന്ന് പറയുന്നത് V into I ആണ്, അല്ലെങ്കിൽ I square R ആണ്, അല്ലെങ്കിൽ V square by R ആണ്. ഈ 3 ഇക്വേഷനും ചിലപ്പോൾ പല സ്ഥലത്തായിട്ട് പല ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ 3 ഇക്വേഷൻ എപ്പോഴും മനസ്സിൽ വെക്കാം. ഇനി നെക്സ്റ്റ് എനർജി. എനർജി ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക്കൽ പവർ. സാധാരണ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം, അതായത് V ഇൻറ്റു I ഇൻറ്റു ടി, അല്ലെങ്കിൽ I സ്ക്വയർ ആർ ടി. സാധാരണ ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഒരു ഹീറ്റ് ലോസ് ഉണ്ടായാൽ അതും ഒരു എനർജിയാണ്, എനർജി ലോസ് ആണ്. അപ്പം ആ എനർജി ലോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, I സ്ക്വയർ ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ്. അപ്പം ഇവിടെ R1, R2, R3 എന്ന് പറഞ്ഞ 3 റെസിസ്റ്റൻസ്, VS എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇത് മൂന്നിനെയും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം സീരീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ഇനി സീരീസ് പാത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കറണ്ട് സെയിം ആയിരിക്കും. ഈ R1ലൂടെയും R2യിലൂടെയും R3യിലൂടെയും ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും. എന്നാൽ R1ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും R2ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും R3ക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് R1ന് അക്രോസ് ആയിട്ട് V1, R2ന് അക്രോസ് ആയിട്ട് V2, R3ക്ക് അക്രോസ് ആയിട്ട് V3. വോൾട്ടേജ് ഡിഫറൻസ് ആയിരിക്കും, ബട്ട് കറണ്ട് സെയിം ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ V1 പ്ലസ് V2 പ്ലസ് V3 ചെയ്താൽ VS എന്ന് പറഞ്ഞ സോഴ്സ് വോൾട്ടേജ് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. പാരലൽ കണ്ടീഷനിൽ എന്താ, ഇവിടെ അതേപോലെ R1, R2, R3 എന്ന് പറഞ്ഞ 3 റെസിസ്റ്റൻസിനെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ B എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ് ആണത്. ഇവിടെ ഈ 3 റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷേ 3 റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കാര്യം, ഈ 2 കേസിലുള്ള കാര്യങ്ങൾ മനസ്സിൽ എപ്പോഴും വേണം. കാരണം തുടക്കം മുതൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങ് എൻഡ് വരെ പഠിക്കുന്നവർക്ക് എപ്പോഴും യൂസേജ് വരുന്ന ഒരു കാര്യമായത്. സോ സീരീസിൽ കറണ്ടാണ് സെയിം, വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. പാരലലില് കറണ്ട് ഡിഫറെൻ്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. പക്ഷെ നമുക്ക് ഇപ്പം ഫസ്റ്റ് ഈ ഒരു ഇതിൽ R1ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ R1 ഇൻറ്റു I1 എന്ന് പറഞ്ഞാൽ എന്താ, V1 ആണ് ഉത്തരം കിട്ടുക, അല്ലെ V ആണ് കിട്ടുക. R2 ഇൻറ്റു I2 എന്ന് പറഞ്ഞാലും V ആണ്. R3 ഇൻറ്റു I3 എന്ന് പറഞ്ഞാലും V ആണ് കിട്ടുന്നത്. അതായത് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും, ബട്ട് കറണ്ട് അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അപ്പം ഇതെങ്ങനെ കിട്ടി എന്നാ ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ സീരീസ് സർക്യൂട്ടിലെ ഇക്വലന്റ് R ഇക്വലന്റ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 എന്നാണ്. ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ തൊട്ട് താഴെ ഇക്വേഷൻ കണ്ടോ, V ഈക്വൽ ടു I ആണ്. R ഈക്വൽ ടു R എന്ന് പറയുന്നത് V ബൈ I ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഇവിടെ I സെയിം ആണ്, V1 ആണ് ചേഞ്ച് ആവുന്നത് അല്ലേ. അതായത് V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് അങ്ങനെ എത്രയുണ്ടോ അത്രയും റെസിസ്റ്റർ ഡിവൈഡ് ബൈ I. അപ്പം V1 ബൈ I1 പ്ലസ് V2 പ്ലസ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പോലും I സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതാം. കാരണം കറണ്ട് അവിടെ സെയിം ആണ്. നേരെ തിരിച്ച് പാരലലിൽ വരുന്ന സമയത്തോ
വോൾട്ടേജ് സെയിം ആണ്, പക്ഷേ കറണ്ട് ആണ് മാറുന്നത്. സോ 1/R1 + 1/R2 + 1/R3 എന്ന് വന്നു. ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ വരരുത്. നെക്സ്റ്റ് വരുന്നത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ്. ഇപ്പം ഇവിടെ 2 റെസിസ്റ്റർ R1 ആൻഡ് R2 ഉണ്ട്. ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു വോൾട്ടേജ്, അതായത് വി ഇൻ, താഴെ 0 വോൾട്ട് കാണിച്ചത്, അതായത് ആ 2 പോയിന്റിന്റെ ഒരു വോൾട്ടേജ് വി എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ R1 R2 എന്ന് പറയുന്നത് വി എന്ന് പറഞ്ഞ വോൾട്ടേജിനെ സംബന്ധിച്ച് സീരീസ് ആയിട്ടാണ് ഒഴുകുന്നത്. സീരീസ് ആണ് ഈ 2 റെസിസ്റ്റർ. അപ്പം അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്താ? കറണ്ട് I എന്ന് പറയുന്നത് സീരീസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ 2 റെസിസ്റ്റർ സീരീസ് ആയതുകൊണ്ട് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അല്ലേ? അപ്പോൾ R1 അക്രോസ് ആയിട്ട് VR1 എന്ന് പറഞ്ഞൊരു വോൾട്ടേജും, ഇപ്പം ഇതിൽ ഫിഗറിൽ R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ശരിക്കും VR2 എന്നാണ്, പക്ഷെ അതിൽ VR1 എന്നാണ് കാണിച്ചിട്ടുള്ളത്. ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, ഫിഗറിലൊരു മിസ്റ്റേക്ക് ആണ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ഇൻ എന്ന് പറയുന്നത് I × R1 + R2 ആണ്. നമുക്കിപ്പം R1 എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് VR1 എന്ന് പറഞ്ഞൊരു വോൾട്ടേജും R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് VR2 എന്ന് പറഞ്ഞൊരു വോൾട്ടേജും ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതാണ് വി ഔട്ട് ആയിട്ട് എടുക്കുന്നത്. R2 എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എടുക്കുന്നത് വി ഔട്ട് ആയിട്ട്. അപ്പോൾ വി ഔട്ട് എന്ന് പറയുന്നത് വി ഇൻ, അതായത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഡിവൈഡഡ് ബൈ R1 + R2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സർക്യൂട്ടിലുള്ള കറണ്ട് കിട്ടും, അല്ലേ? വി ഇൻ ഡിവൈഡ് ബൈ R1 + R2 എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലുള്ള കറണ്ടാണ് കിട്ടുന്നത്. ഇൻറ്റു R2 എന്ന് ചെയ്താൽ എന്താ കിട്ടുക? R2 അക്രോസ് ആയിട്ട്, അതായത് ആ കറണ്ട് കിട്ടി, ആ കറണ്ടെ ഗുണിക്കണം ആ ഭാഗത്തുള്ള റെസിസ്റ്റർ R2. അപ്പോൾ R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ് കിട്ടുന്നത്, അല്ലേ? ആ ഇക്വേഷനാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്ത്? വി ഔട്ട് = വി ഇൻ ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 + R2. ഇവിടെ എന്താ ചെയ്ത് പറഞ്ഞാൽ റെസിസ്റ്ററിന്റെ ടേമിനൊക്കെ കൂടി ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. സിമ്പിളായിട്ട് വി ഇൻ ഡിവൈഡ് ബൈ R1 + R2 എന്ന് പറഞ്ഞാൽ എന്താ? ആ സർക്യൂട്ടിലുള്ള കറണ്ട് ഇൻറ്റു R2 പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണോ നമ്മൾ ഔട്ട് എടുക്കുന്നത് ആ റെസിസ്റ്ററിന്റെ വാല്യൂ. അത്രയേ ഉള്ളൂ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് കറണ്ട് ഡിവൈഡർ സർക്യൂട്ട്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഒന്നിലധികം റെസിസ്റ്റർ ഉണ്ട്. R1 R2 R3 എന്നൊക്കെ പറഞ്ഞിട്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം എനിക്ക് RX എന്ന് പറഞ്ഞിട്ടൊരു റെസിസ്റ്റർ കണ്ടില്ലേ, അതിലൂടെ IX എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഓഫ് കറണ്ട് പോകുന്നുണ്ട്. അപ്പം അത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് IT ആണ്, അതായത് ആ കറണ്ട് സോഴ്സിന്റെ കറണ്ട് എന്ന് പറയുന്നത് IT ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ബാക്കിയുള്ള റെസിസ്റ്ററിന്റെ ഒക്കെ ഇക്വലന്റ് കാണാം, അതായത് RT എന്ന് പറയുന്നത് R1 + R2 + R3 കണ്ടുപിടിക്കാം. ദെൻ IX എന്ന് പറയുന്നത് RT ഡിവൈഡ് ബൈ RX എന്ന് പറഞ്ഞാൽ ഏത് റെസിസ്റ്ററിലൂടെയാണോ കറണ്ട് പോകുന്നത് അത് ഡിവൈഡ് ബൈ ബാക്കിയുള്ള 3 റെസിസ്റ്ററിന്റെയും ഇക്വലന്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെയുള്ള കറണ്ട് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഈ 2 ഫോർമുലയും, അതായത് വോൾട്ടേജ് ഡിവൈഡർ ഫോർമുലയും കറണ്ട് ഡിവൈഡർ ഫോർമുലയും മാറി പോകാതിരിക്കാം. ഈ എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ RN എന്ന് പറഞ്ഞാൽ ഏത് റെസിസ്റ്റർ ആണോ അത് ഡിവൈഡ് ബൈ R ടോട്ടൽ. അതുപോലെ തന്നെ കറണ്ട് ഡിവൈഡർ ഫോർമുലയിൽ I എന്ന് പറയുന്നത് I ടോട്ടൽ ഡിവൈഡ് ബൈ R ടോട്ടൽ ഡിവൈഡ് ബൈ RN. അപ്പം വോൾട്ടേജ് ഡിവൈഡർ ഫോർമുലയും കറണ്ട് ഡിവൈഡർ ഫോർമുലയും തമ്മിൽ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് RN ഡിവൈഡ് ബൈ R ടോട്ടൽ ആണെങ്കിൽ കറണ്ടിലേക്ക് വരുമ്പോൾ R ടോട്ടൽ ഡിവൈഡ് ബൈ RN. അവിടെ മാത്രം ആ റെസിസ്റ്റൻസിന്റെ ടേം മാത്രമേ ഒന്ന് തലതിരിയുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് പറയാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.